ബ്രസീലിന്റെ വടക്കേ അറ്റത്ത് ആമസോൺ നദിയോട് ചേർന്ന് കിടക്കുന്ന മറാജോ ദ്വീപിൽ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ പട്രോളിംഗ് രീതി കൊണ്ട് ലോക ശ്രദ്ധയാകർഷിക്കുകയാണ്. ഇവിടെ പട്രോളിംഗിന് കാറുകൾക്കോ കുതിരകൾക്കോ പകരം ഏഷ്യൻ വാട്ടർ ബഫലോസ്, അതായത് പോത്തുകളാണ് പോലീസിന്റെ യാത്രാവാഹനം. ലോകത്തിൽ ഇത്തരത്തിലുള്ള ഒരേയൊരു പോലീസ് സേനയാണ് മറോജയിലേത്. ഈ അസാധാരണ തെരഞ്ഞെടുപ്പിന് കാരണം ദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തന്നെയാണ്. ഇവിടെയാണ് ആമസോൺ നദി അറ്റ്ലാന്റിക് സമുദ്രത്തെ ചുംബിക്കുന്നത്. ഏകദേശം സ്വിറ്റ്സർലൻഡിലെ വലിപ്പമുള്ള ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും അസാധാരണമായ നിയമനിർവഹണ സംവിധാനങ്ങളിൽ ഒന്ന് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. 5 ലക്ഷത്തിലധികം പോത്തുകളാണ് നിലവിൽ ഈ ദ്വീപിൽ ചുറ്റിത്തിരിയുന്നത്. ഇത് മനുഷ്യവാസികളെക്കാൾ കൂടുതലാണ്. മറോജോയിൽ മാസങ്ങളോളം കനത്ത മഴ ലഭിക്കാറുണ്ട്. ഇത് റോഡുകളെ ആഴത്തിലുള്ള ചതുപ്പുകളാക്കി മാറ്റുന്നു. പെട്രോളിംഗ് വാഹനങ്ങൾ പലപ്പോഴും ഇവിടെ കുടുങ്ങിപ്പോകാറുണ്ട്. കുതിരകൾക്ക് വഴുക്കലുള്ള കണ്ടൽക്കാടുകളിൽ സഞ്ചരിക്കാൻ ഏറെ പ്രയാസമാണ്. എന്നാൽ പോത്തുകൾ ഈ പരിതസ്ഥിതിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവയാണ്. കാരണം അവയുടെ വീതിയേറിയ കുളമ്പുകൾ ചതുപ്പിൽ താഴുന്നത് തടയുന്നു. മാത്രമല്ല, വെള്ളത്തിലൂടെയും ചെളിയിലൂടെയും അതിവേഗം അനായാസം സഞ്ചരിക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു. മഴക്കാലത്ത് എത്തിച്ചേരാൻ കഴിയാത്ത വിദൂര പ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ പോലും പോലീസിന് ഇതുവഴി എളുപ്പത്തിൽ എത്താൻ സാധിക്കും. ഏകദേശം 3 പതിറ്റാണ്ട് മുൻപ് ദ്വീപിലെ മിലിറ്ററി പോലീസ് ബഫല്ലോ സോൾജിയേഴ്സ് എന്ന പേരിൽ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകി. ഈ ശക്തമായ മൃഗങ്ങളുടെ പുറത്ത് സുരക്ഷിതമായി സഞ്ചരിക്കുന്നതിനുള്ള പരിശീലനം ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തു. അവയ്ക്ക് വേണ്ടി പ്രത്യേകമായി നിർമ്മിച്ച ജീനുകളും മറ്റ് ഉപകരണങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. പോത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്ന യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥരുടെ കാഴ്ച മറോജോയിലെ ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു. ഇതോടൊപ്പം ഇതൊരു ജനപ്രിയ വിനോദസഞ്ചാര ആകർഷണവുമായി മാറിയിരിക്കുകയാണ്. മഴക്കാലമാകുമ്പോൾ ദ്വീപിന്റെ ഭൂരിഭാഗവും വെള്ളത്തിൽ മുങ്ങി ആഴത്തിലുള്ള ചെളിക്കുണ്ടുകളുള്ള ചതുപ്പ് നിലമായി ദ്വീപ് മാറുന്നു. ഈ സാഹചര്യത്തിൽ സാധാരണ വാഹനങ്ങളോ കുതിരകളോ ഉപയോഗിച്ച് സുരക്ഷിതമായി സഞ്ചരിക്കുക പ്രായോഗികമല്ല. ഭാരം താങ്ങാനുള്ള ശേഷിയും ചെളിയും വെള്ളക്കെട്ടുകളിലും അനായാസം നീന്താനും സഞ്ചരിക്കാനുമുള്ള പോത്തുകളുടെ പ്രത്യേകതയാണ് ഈ പോലീസ് സേനയ്ക്ക് തുണയായിരിക്കുന്നത്. പോലീസിന്റെ പെട്രോളിംഗ് രീതി ബഫല്ലോ സോൾജിയേഴ്സ് എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണവും ഇത് തന്നെയാണ്. പോത്തുകൾ വെറും വാഹനങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് പാൽ, മാംസം, ലെതർ എന്നിവ നൽകി ദ്വീപിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിലും ഇവയ്ക്ക് വലിയ പങ്കുണ്ട്. അതുല്യമായ ഈ പെട്രോളിംഗ് രീതി ഇന്ന് മറോജോ ദ്വീപിന്റെ മുഖ്യ വിനോദസഞ്ചാര ആകർഷണം കൂടിയാണ്. പ്രകൃതി വെല്ലുവിളികളെ തങ്ങളുടെ പെട്രോളിങ്ങിനുള്ള സാധ്യതകളാക്കി മാറ്റിയ മറോജോ ദ്വീപിലെ ഈ കാഴ്ച ആധുനിക ലോകത്ത് പ്രകൃതിയുമായി ഇണങ്ങിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മികച്ച ഉദാഹരണം തന്നെയാണ്.